ഇന്ന് നമ്മൾ കൊച്ചി വിട്ടിട്ട് 15ാമത്തെ ദിവസമാണ്. മെയ് 10-ാം തീയതിയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് 24-ാം തീയതി, ഇന്ന് 15ാമത്തെ ദിവസമാണ്. ഇപ്പം മൊത്തത്തിൽ നമ്മൾ ലഡാക്കിൽ ലേ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹോട്ടൽ റൂമിലാണ്. ഇപ്പോൾ രാവിലെ 8 മണിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടുന്ന് പുറപ്പെടും. ഇനി 4-5 ദിവസങ്ങളിലേക്ക് ഉള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് നേരെ നുബ്ര വാലി, ഹണ്ടർ, പിന്നെ തുർത്തുക്ക്, അത് കഴിഞ്ഞ് പാങ്കോങ്ങിലേക്ക്, പിന്നെ ഹാൻലേന്ന് വീണ്ടും ഉംലിംഗ്ല, തിരിച്ച് ഹാൻലേ, പിന്നെ അവിടുന്ന് മണാലി, റിട്ടേൺ ടു മണാലി. അതാണ് നമ്മുടെ പ്ലാക്കാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, രാവിലെ തിരിക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. നല്ല അടിപൊളി വ്യൂ ആണ്. 4 പുറവും മൗണ്ടൻസാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം. നമ്മളങ്ങനെ ലേന്ന് നുബ്ര വാലിയിലേക്കുള്ള യാത്രയിലാണ്. ഉദ്ദേശം 140 കിലോമീറ്ററോളം ഉണ്ട് ലേന്ന് നുബ്ര വാലിയിലേക്ക്. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ് കേട്ടോ. നമ്മൾ പോണ വഴി ഉള്ള സ്ഥലങ്ങൾ സൗത്ത് പുള്ളു, ഖർദുംഗ്ല പാസ്, നോർത്ത് പുള്ളു, പിന്നെ ഖർദുങ് എന്ന് പറഞ്ഞ വില്ലേജ്. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. ഈ ഖർദുംഗ്ല പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്റർ, ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വഴി കൂടിയാണ്. ഏകദേശം ഒരു 40 കിലോമീറ്റർ, ലേന്നൊരു 40 കിലോമീറ്റർ കഴിയുമ്പോൾ ഈ ഖർദുംഗ്ല പാസ് തുടങ്ങും. ഇത് വൺ അമംഗ് ദ ഹയസ്റ്റ് മോട്ടോറബിൾ പാസസ് ആണ് വേൾഡിൽ. ഏതാണ്ട് 5602 മീറ്റർ എബോവ് സീ ലെവൽ. പിന്നെ ഭയങ്കര പാനോറമിക് ആയിട്ടുള്ള വ്യൂസും, എന്താ പറയുക, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവുമാണ് കേട്ടോ ഇത്. ഈ ഖർദുംഗ്ല പാസ് വഴി പോകുന്നു. പിന്നെ ഉള്ളത് നോർത്ത് പുള്ളു, പിന്നെ ഖർദുങ് എന്ന് പറഞ്ഞ വില്ലേജ്. അത് കഴിഞ്ഞ് ഒരു 100 കിലോമീറ്റർ ഒക്കെ എത്തുമ്പോൾ ഖൽസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത്രയും സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടിയാണ് സ്ഥലത്തിലേക്ക് കൂടിയാണ് നമ്മൾ പാസ് ചെയ്ത് ഈ നുബ്ര വാലി എന്ന് പറഞ്ഞ ഹുന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 4 മുതൽ 5 മണിക്കൂർ, മേ ബി ചിലപ്പോൾ കൂടുതലാവും, 6 മണിക്കൂർ, ഡിപ്പെൻഡിങ് അപ്പോൺ റോഡിൻ്റെ കണ്ടീഷൻ, വെതർ ഒക്കെ അനുസരിച്ചിരിക്കും. ഈ റോട്ടിൽ കൂടി യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കാഴ്ച ആസ്വദിക്കാൻ വേണ്ടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ തീർന്നു പരിപാടി. കാരണം അഗാധമായ ഗർത്തങ്ങളാണ് ഒരു സൈഡിലുള്ളത്. മറ്റേ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞിങ്ങനെ വന്ന് നിൽക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ള നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഈ വഴി കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ 2 വണ്ടി കഷ്ടിയേ നമ്മളുടെ ഈ റോട്ടിൽ കൂടി ഉള്ള ഗ്യാപ്പുള്ളൂ. അപ്പോൾ എതിരെ ഒരു ട്രാൻസ്പോർട്ട് ബസ്, ഇത് എന്താ പറയുക, ലോറിയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ സ്ഥിരം പോകുന്ന റൂട്ടായതുകൊണ്ട് തന്നെ അവർ കാര്യമായിട്ട് ഒന്നും കെയർ ചെയ്യൊന്നുമില്ല. അവരങ്ങ് ഓടിച്ചു പോകും. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സൈഡെടുത്തോളണം, പോയിക്കൊള്ളണം. കാരണം അവർ ഇത്രയും ലോഡും കൊണ്ട് വരുന്നത് കൊണ്ട് അവർ നമുക്ക് വേണ്ടി നിർത്തിത്തരൊക്കെ അപൂർവമായിരിക്കും. തീരെ സ്ഥലമില്ലെങ്കിൽ മാത്രമേ ചവിട്ടി നിർത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചാലഞ്ചിങ് ആണ് ഇതിലേ ഡ്രൈവ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥലത്തെ കൂടിയൊക്കെ ഒന്ന് പോവുക, സഞ്ചരിക്കുക, അതും സ്വന്തം വണ്ടി ഓടിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കാനാവാത്ത അനുഭവമാണ്. എസ്പെഷ്യലി നമ്മൾ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രില്ലും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ കാഴ്ചകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞറിയിക്കണ്ട. ഇത് കണ്ടില്ലേ, നമ്മൾ ഇവിടെ കാണുന്ന ആ ഒരു വ്യൂ എന്തു മനോഹരമാണെന്ന് നോക്കും. നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. ഈ മഞ്ഞുമൂടിയ മലകളും നല്ലൊരു വിസ്മയം തന്നെയാണ് കേട്ടോ ഈ എസ്പെഷ്യലി ലേന്ന് ഹുന്ദറിലേക്ക് ഉള്ള യാത്ര. അത് നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇത് നമുക്ക് കാഴ്ചവെക്കുന്നത്. നമ്മൾ ഈ ലേന്ന് ഒരു 8:30 കഴിഞ്ഞപ്പോൾ പുറപ്പെട്ടതാണ്. അപ്പോൾ ഭാഗ്യത്തിന് ഈ റോട്ടിൽ അധികം ട്രാഫിക് ഇന്നില്ല. നോർമലി ഇതല്ല അവസ്ഥ.
നമ്മൾ പറഞ്ഞു കേട്ടതും ആൾക്കാർ പറഞ്ഞതും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘമായിട്ടുള്ള ക്യൂ. അതായത് വണ്ടികളിങ്ങനെ ടൂറിസ്റ്റ് സീസണല്ലേ, അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ സഞ്ചരിക്കുന്ന വഴിയാണ്. ടൂറിസ്റ്റ് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. എസ്പെഷ്യലി ഇന്നോവ, അങ്ങനെ ടെമ്പോ ട്രാവലർ, പിന്നെ ടൂറിസ്റ്റ് വാനും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ധാരാളം സഞ്ചരിക്കുന്നത്. ഇത് കൂടാതെ ലോറി ട്രാഫിക് വേറെ. ഇന്ന് എന്തോ നമുക്കെതിരെ ഒന്നോ രണ്ടോ ചെറിയ ജീപ്പ് മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ വരുന്ന വണ്ടിയെ പോലെയുള്ള ചെറിയ വണ്ടികൾ മാത്രമേ നമുക്ക് എതിരെ വന്നിട്ടുള്ളൂ. വലിയ ലോറിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുട്ട് വിറയ്ക്കും. കാരണം കറക്റ്റായിട്ട് നമുക്ക് അവർക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ വഴി കൂടി നമുക്ക് റിവേഴ്സ് എടുക്കാനും അല്ലെങ്കിൽ സൈഡ് ഒതുക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറങ്ങിയ സമയത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളൊക്കെ കൂടെ ആവുന്നേ ഉള്ളൂ. യൂഷ്വലി അവർ രാവിലെയൊക്കെ ഒരു കുറച്ച് ലേറ്റായിട്ടൊക്കെ ഇറങ്ങുള്ളൂ. അതുകൊണ്ടായിരിക്കാം നമുക്ക് അധികം ട്രാഫിക് കിട്ടിയിട്ടില്ല ഈ വഴിയിൽ ഇതുവരെ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പം കൂടാതെ, ബ്ലോക്കൊന്നും പെടാതെ നമുക്ക് ഈ പാസിൽ കൂടിയൊക്കെ പോകാൻ, ഇത് ആസ്വദിച്ച് പതുക്കെ പോകാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടി. ഇത് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല ഈ സൗകര്യം. സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ ലക്കി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ട്രാഫിക് ഇല്ലാതെ ഇങ്ങനെ ഇതിലേ കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. സോൺ മാർഗിലും അവിടെയൊക്കെ ആ ടണലിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മണിക്കൂർ കണക്കിന് ബ്ലോക്കിൽ കിടന്ന് 2 വരിയിലൊക്കെ ആയിരുന്നു ട്രാഫിക് അവിടെ ബ്ലോക്കായിട്ട് കിടന്നിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പേടി ഉണ്ടായിരുന്നു. അതുപോലെയൊക്കെ നമുക്ക് ഇവിടെയും ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ വെറുതെ കിടക്കേണ്ടി വരും ഇത് ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത്. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. ഏതായാലും അതൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ നുബ്ര വാലി എത്തി, അടുക്കാറായി. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേയിടമൊക്കെ റോഡും വളരെ മോശമാണ് കേട്ടോ. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡില്ല എന്ന് തന്നെ പറയാം നമുക്ക്. ഏതായാലും സ്ഥലം നല്ല അടിപൊളി സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ മഞ്ഞും ഇതൊക്കെ മാറി, കാലാവസ്ഥയൊക്കെ മാറി. തണുപ്പുണ്ട്, പക്ഷെ ഒരു ഡ്രൈ സോർട്ട് ഓഫ് ഒരു ഡെസേർട്ട് പോലത്തെ സ്ഥലത്തേക്ക് വന്നേക്കുന്ന പോലെ മണൽ കൂമ്പാരങ്ങളും ഒരു പ്രത്യേക ഒരു ലാൻഡ്സ്കേപ്പായി മാറി കേട്ടോ. നേരത്തെ വന്ന പോലെ മഞ്ഞ് മൂടിയ മലകളും അതൊക്കെ മാറി ഇപ്പോൾ ഒരു ഡ്രൈ കൈൻഡ് ഓഫ് ഇതായി. ആവശ്യത്തിന് പച്ചപ്പൊക്കെ ഉണ്ട്, എന്നാലും ഒരു പൂഴിമണലാണ് ഇവിടെയൊക്കെ മുഴുവൻ. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാലി കൂടി പോകുമ്പോൾ ഒരു ഡെസേർട്ടിലൊക്കെ പോകുന്ന പോലത്തെ സാൻഡ് ഡ്യൂൺസ് ഉണ്ട് നിറച്ചും ഇവിടെ. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ഹമ്പ് ക്യാമൽസ്, അത് ഈ ടിബറ്റിലെ കുറച്ച് ഭാഗങ്ങളിലും പിന്നെ ഇവിടെയും മാത്രമേ ഉള്ളൂ. ഈവൻ രാജസ്ഥാനിൽ പോലും ആ ഒരു സിംഗിൾ ഹമ്പുള്ള ടൈപ്പ് ക്യാമലാണുള്ളത്. ഇവിടുത്തെ പ്രത്യേകതയാണ് ഡബിൾ ഹമ്പ് ക്യാമൽ. അപ്പോൾ അതിലൊരു റൈഡ്, പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിള്ളേരും എല്ലാവർക്കും പറ്റിയ ടൈപ്പ് ആർച്ചറി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കൾച്ചറൽ ഷോസ്, ഫുഡ് സ്ട്രീറ്റ് മാതിരി കുറേ സംഭവങ്ങൾ. എന്തായാലും ഒരു നല്ല വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കേട്ടോ ഹുന്ദർ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ്. കണ്ടമാനം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. നമ്മളിവിടെ ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല, എന്നാലും ഒരു ഹോം സ്റ്റേ പോലെയുള്ള ഇത് അന്വേഷിച്ചാണ് നടക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്തിരുന്നു കുറച്ച് പേരുകൾ. അവിടെ ചെന്നിട്ട് ഓരോ സ്ഥലത്ത് ചെന്ന് നോക്കി നമുക്ക് പറ്റുമെങ്കിലും റേറ്റും ഒക്കെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ ബുക്ക് ചെയ്യാറ്. യൂഷ്വലി അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം 1-2 സ്ഥലത്ത് മാത്രമേ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഓടി എത്താനുള്ള ടൈം നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നമ്മൾ ആ സ്പോട്ടിൽ ചെന്നിട്ടാണ് ബുക്ക് ചെയ്യാറ്. ഇവിടെ നമ്മൾ നോക്കി വെച്ചേക്കുന്ന ലുങ്ത ഹോം സ്റ്റേ, ലുങ്ത ഹൗസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് നോക്കി വെച്ചേക്കുന്നത്. ഒരു വലിയ കുഴപ്പമില്ലാത്ത റേറ്റ്സാണ് അവർ
അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് 3000 ചില്ലാൻ രൂപയാണ്. നമുക്ക് പേശി നോക്കാം, എന്നിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തങ്ങാം. എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടേക്കണതൊക്കെ നല്ല ഫോട്ടോസാണ്. ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ച പോലെ തന്നെ ലുങ്ത ഹൗസിൽ റൂം എടുത്തു. ഒരു കുറച്ച് നമ്മൾ ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2400 രൂപ ഇൻക്ലൂസീവ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ. അപ്പോൾ നല്ല റേറ്റാണ്, നല്ല അടിപൊളി റൂമാണ്. അപ്പോൾ ഞങ്ങളവിടെ എടുത്തു, ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായിട്ട് നേരെ ഞങ്ങളിങ്ങനെ ഈ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഈ ഡബിൾ ഹമ്പ് ക്യാമൽസിൻ്റെ റൈഡുള്ള സ്ഥലമാണ്. രാവിലെ ഇവിടെ വൈകുന്നേരം മാത്രമേ ഇവിടെ ആക്റ്റീവ് ആവുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ ഇതുണ്ട്. ഇതിന് 500 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യണത്. ഒരു 15-20 മിനിറ്റ് ഉള്ള റൈഡ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഒരു ക്യാമൽ റൈഡിന് പോകാൻ തീരുമാനിച്ചു. കുറച്ചു നേരം കാത്തു നിന്ന് കഴിഞ്ഞിട്ട് കിട്ടി. 500 രൂപ പെർ ഹെഡാണ്. ഒരു നേരത്തെ 300-400 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓരോ സീസൺ വരുമ്പോൾ ഇങ്ങനെ പൈസ കൂട്ടുന്ന പറയണത്. എന്തായാലും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണെന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ കയറി ഒന്ന് 10-15 മിനിറ്റ് ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് സഞ്ചരിച്ച് നോക്കാം എന്ന് കരുതി ഏതായാലും ഞങ്ങൾ 500 രൂപ കൊടുത്ത് ഇതിൻ്റെ റൈഡിന് കയറി. പിന്നെ ഇവിടെ അല്ലാത്ത കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആർച്ചറി പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളേതായാലും അതിനൊന്നും പോയില്ല. ഇതേതായാലും ഒരു നല്ല സംഭവമാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ ഒരിത്തിരി പ്രശ്നമാണ്. നമ്മൾ അതങ്ങോട്ട് എണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നും കുത്തി വീഴും. അത് മാത്രമേ ഉള്ളൂ ഒരു വിഷയം. പിന്നെ നമ്മൾ കയറി ഒന്ന് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, നമുക്ക് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവാം. എന്നാലും ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ ഈ കാഴ്ചയും. ഇവരിങ്ങനെ എല്ലാ ഒട്ടകങ്ങളെ 5-8 ഒട്ടകങ്ങളെ ഒരുമിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ചാണ് ഇവർ യാത്ര കൊണ്ടുപോകുന്നത്. മുമ്പ് ഇതേപോലെ ഇങ്ങനെ നിർത്തിയിട്ട് ആ ഒട്ടകം കൊണ്ടുപോകുന്ന ആ പയ്യൻ നമ്മളെല്ലാവരെയും ഫോട്ടോ ഒക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും, എല്ലാവരെയും ഫോട്ടോ ഒക്കെ എടുത്തു തരും. അത് ഒരു നല്ല അനുഭവമാണ്. കാരണം നമുക്ക് ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലും പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ആ പയ്യൻ അത് ചെയ്തു തരും. ഇതിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ മണലാരണ്യം പോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് സാൻഡ് ഡ്യൂൺസും ഇതൊക്കെയാണ് കേട്ടോ. ഇതിൽ ആൾക്കാർ ഈ എന്താ പറയുക, ഈ ക്യാമൽ റൈഡ് ചെയ്യാത്ത ആൾക്കാർ അതിൽ സാൻഡ് ഡ്യൂൺസിൽ കൂടിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ 4 വീൽ ദുബായിലൊക്കെ ഉള്ള പോലെയുള്ള ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് സാൻഡ് ഡ്യൂൺസിൻ്റെ മുകളിൽ കൂടി കയറി ഇറക്കണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മരുഭൂമി കൂടി നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു നല്ലാത്തൊരു ഫീലിംഗ് ആണ്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്രൗഡായിട്ടോ അവിടെ. ശരിക്ക് വളരെ സജീവമായി ഉള്ള ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ ഈ മൈതാനത്ത് ഇങ്ങനെ വന്ന് നല്ലൊരു ഗ്യാതറിംഗ് ആയി. ഇവിടെ ഫുഡ് കാർട്ടുകളൊക്കെ ഉണ്ട് ഒരുപാട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഫുഡ് സ്ട്രീറ്റ്, പിന്നെ ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ ക്യാമൽ റൈഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഡിസ്കിറ്റ് മൊണാസ്ട്രി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൊണാസ്ട്രി ഉണ്ട്. അത് കാണാനുള്ള നല്ല സംഭവമാണ് കേട്ടോ. ഒരു നല്ല ഹൈറ്റിലാണ് സംഭവം. അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ അകത്തൊന്നും ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. പിന്നെ എൻ്റെ ബാറ്ററിയും തീർന്നിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് ഗോപ്രോയിൽ എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങളങ്ങനെ മൊണാസ്ട്രി ഇതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ റൂമിലേക്ക് മടങ്ങി. ഇനി നാളെ രാവിലെ ഞങ്ങൾ തുർത്തുക് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക്, അതായത് LOCയുടെ അടുത്ത്, പാകിസ്ഥാൻ LOCയുടെ അടുത്തുള്ള തുർത്തുക് ഗ്രാമത്തിലേക്കാണ് നാളത്തെ യാത്ര. അപ്പോൾ വീഡിയോകളായിട്ടും കാണാം. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുർത്തുക്കിലെയും അതുപോലെ തന്നെ അവിടുന്ന് പാങ്കോങ്ങിലേക്ക് പോകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അരുൺ മേനോൻ വ്ളോഗ്സ്. താങ്ക് യു.